എന്താ നോക്കുന്നേ? അച്ഛാ, എനിക്കൊരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാൻ ഓടിയെത്തിയത് ഗാതെ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നല്ല. ഞാനും ഗാഥയും തമ്മിൽ ഇനി ഒരു പ്രശ്നമില്ല. ഇനി അച്ഛൻ എൻ്റെ അടുത്ത് ഗാഥയെ പിരിക്കുന്ന കാര്യം പറയരുത്. ഗാഥ ഇനി എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. മാണിക്കുഞ്ഞ്, പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ പറ. ശരി സാർ. പോവാന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന. ശരി. അയ്യോ, അപ്പൊ എല്ലാരും കളരിക്കലേക്ക് തന്നെയാണോ പോകുന്നേ? അല്ല, ഞാനിപ്പോ പോയി ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? ഒരു കാരണവശാലും താൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കളരിക്കലേക്ക് പോകുന്നത്. അത് ഓക്കെ സാർ. പക്ഷേ ഈ മോളുകുട്ടിയുടെ ഓട്ടോയില് ഗാഥമട എങ്ങനെയാ വന്നതെന്ന് ഞാൻ കുറെ നേരമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു ഉത്തരവും കിട്ടുന്നില്ലെന്നേ. അയ്യോ മാണിക്കുഞ്ഞ്, അത് വിട്. ഗാഥ മാഡം കാറിൽ തന്നെയാ വന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് വണ്ടി കേടായപ്പോ എന്റെ ഓട്ടോയിൽ വന്ന് കേറി. ഓ, അതിപ്പോ ഇത്ര വലിയ കുഴപ്പാക്കാനുള്ള കാര്യം വല്ലതുണ്ടോ? എന്നാലും അതിലൊരു കണക്കുണ്ടല്ലോ, അതൊന്നും ശരിയാവുന്നില്ലെന്നേ. ഇല്ല ഇല്ല. എടോ, താനിപ്പോ ഇത് കണക്കൂട്ട് റെഡിയാക്കിട്ട് വരുന്നുള്ളോ? എടോ, താൻ പോയി പറഞ്ഞ കാര്യം ചെയ്യേ. ശരി സാർ. അച്ഛാ, മുത്തശ്ശി അമ്മയെ വിളിച്ചു പറ ഞാൻ ഗാഥയായിട്ട ചെല്ലുന്നതെന്ന്. അവർ രണ്ടുപേരും നല്ല സങ്കടത്തില. ശരി, ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം. ഒന്ന് തിരക്ക് പിടിക്കാതിരിക്കൂതേട്ടാ. എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് മതി അതൊക്കെ. അല്ലേ, ഉദയൻ ഇത്ര തിരക്കിട്ട് എവിടേക്കാ പോവാനുള്ളത്? തിരക്കിട്ട് അങ്ങനെ എങ്ങോട്ട് പോകാനൊന്നുമില്ല. പക്ഷെ സമയത്തിനൊരു വിലയില്ലേ സുമിത്രേ? ആ, ദേ അമ്മാവനെത്തിയല്ലോ. ഇവരൊക്കെ നന്ദേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അളിയ, കാര്യം ഞാൻ പറയാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ പ്രശ്നം നമ്മുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ നീറി പുകഞ്ഞു നിൽപ്പുണ്ടല്ലോ. ഇനി അതിനെ അങ്ങനെ മുന്നോട്ട് വിടാൻ പാടില്ലെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാ ഞാനും നിർമ്മലെ. എനിക്ക് മനസ്സിലായില്ല. ഏട്ടാ, ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടി നവീനോട് പറയാവുന്നിടത്തോളം ചേട്ടൻ പറഞ്ഞില്ലേ? നവീൻ അത് കേട്ടോ? അവന്റെ ജീവിതം വെച്ച് കളിക്കാൻ നമുക്ക് പറ്റില്ല. അമ്മാവനായ എനിക്ക് അതിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞാലും നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. അപ്പൊ വീണ്ടും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞാൽ നവീന്റെ ഭാവി എന്താവും? ഒന്നാമത് രണ്ടാം കെട്ട്. പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ കളരിക്കിലെ നാഗശാപം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ കുടുംബത്തിലേക്ക് ഇനി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടാൻ ആര് ധൈര്യപ്പെടും? അതുമാത്രമല്ല, ഡിവോഴ്സ് കഴിഞ്ഞ് ഇവിടെ നിറങ്ങുന്ന സിതാരയും മോളും അവരുടെ ഭാഗം ന്യായീകരിക്കില്ലേ? അവര് വെറുതെ ഇരിക്കില്ല. കളരിക്കൽ കുടുംബത്തിലെ നാഗദൈവങ്ങളെ കൊണ്ടുള്ള പ്രശ്നമാണ് അവർ ഈ ബന്ധം അവസാനിപ്പിക്കാൻ കാരണമെന്ന് സിതാരയും മോളും വിളിച്ചു പറയും. ഉറപ്പായിട്ടും പറയും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാള് ത്യാഗം ചെയ്യുമ്പോഴാ കുടുംബ സ്നേഹം എന്നൊരു സംഗതി ഉണ്ടാവുന്നത്. ദേ, എന്റെ മോളെ നോക്ക്. അവൾക്ക് ഏത് നിലയിലുള്ള ആളെ വേണമെങ്കിലും ആഗ്രഹിച്ചൂടെ? അല്ലേട്ടാ? പക്ഷേ നവീന്റെ ഡിവോഴ്സ് കഴിഞ്ഞാ പിന്നെ നവീൻ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. നവീൻ നിന്നെയായിരിക്കും വിവാഹം കഴിക്കുന്നെന്നും പറഞ്ഞ് തയ്യാറാക്കി നിർത്തിയിരിക്കുക. അറിയോ ഏട്ടന്? അളിയ, ഞങ്ങളൊക്കെ ഈ കളരിക്കലെ ഉപ്പും ചോറും അല്ലേ അളിയ തിന്നുന്നത്. അപ്പൊ ഞങ്ങളൊരു ത്യാഗം ചെയ്യുമ്പോ അത് ഈ കുടുംബത്തിന് തന്നെ വേണ്ടി ആവണ്ടേ? ഇനിയിപ്പൊ അളിയെ ഇങ്ങോട്ടൊന്നും പറയണ്ട. നവീൻ വരുമ്പോ ഞാൻ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ വാങ്ങിയിരിക്കും. അതെ അമ്മേ, നവീൻ വീണു പോകാതെ എപ്പോഴും അവളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ നോക്ക്. ഞാനും മാണിക്കുഞ്ഞും എത്രയോ സ്ഥലത്ത് അവളെ തിരക്കി നടന്നു. പക്ഷേ നവീന്റെ അവിടെ ബോധം കെട്ട് വീണ സമയത്ത് താങ്ങിയെടുക്കാൻ അവളുടെ കൈകളുണ്ടായി. കൃഷ്ണമോളോട് വ്യക്തമായിട്ട് സംസാരിച്ചോ? സംസാരിച്ചു. നമ്മൾ പറയുന്നതൊന്നും ആ കുട്ടി സമ്മതിച്ചിട്ടില്ല. എന്നാൽ അവള് തന്നെയാണ് നവീന്റെ ഭാര്യ എന്ന് പറയുമ്പോ
ആ കുട്ടിയുടെ മുഖത്തൊരു തിളക്കമുണ്ടമ്മേ. അത് പിന്നെ ഉണ്ടാവില്ലേ? മറ്റൊരാൾക്ക് വേണ്ടിയാണ് കതിർമണ്ഡപത്തിൽ കയറി നിന്നതെങ്കിലും നവീന്റെ താലി ഏറ്റുവാങ്ങിയത് അവളല്ലേ? കൈ ഓർത്തു പിടിച്ച് വലം വെച്ചതും അവളല്ലേ? എല്ലാ പൂജാദ്രവ്യങ്ങളും അവളുടെ ശിരസിലൂടെയല്ലേ വീണത്? എല്ലാ അനുഗ്രഹങ്ങളും അവക്കല്ലേ കിട്ടിയത്? നന്ദ, ഒരിക്കൽ കൂടി അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്നുള്ളൊരു സൂചന ദൈവം നമുക്ക് തന്നിരിക്കുക. ആ അവസരം കൈവിടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി അമ്മേ. കൃഷ്ണ ഇവിടെ ഉള്ളപ്പോ തന്നെ നമ്മുടെ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും. സിത്താര എങ്ങനെ പ്രതികരിച്ചാലും അത് കാര്യമാക്കാൻ പാടില്ല. ഞാനേ അഡ്വക്കേറ്റിനെയും കൊണ്ട് സിത്താരയുടെ വീട്ടിലേക്ക് പോവുക. ഇനിയിപ്പോ ഒന്നിനും കാലതാമസം വരുത്തിയാൽ ശരിയാവില്ല. എന്താ അമ്മയുടെ അഭിപ്രായം? ഇപ്പൊ തന്നെ വൈകിപ്പോയിന്നേ ഞാൻ പറയൂ. എന്തെങ്കിലും കാരണവശാൽ നടന്നതൊക്കെ നവീൻ തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു തിരുത്താവാം എന്ന് കരുതിയ അതിലൊരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ഇന്ന് തന്നെ പോയി വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാം. കൃഷ്ണമോളുടെ വരവ് വെറുതെയല്ല. നാളുകൾ എത്രയായി നമ്മൾ ആ നല്ല നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കൃഷ്ണമോളുടെ മനസ്സും അതനുസരിച്ചൊന്ന് മാറ്റിത്തരട്ടെ ദൈവം.